ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 845 ദിവസം. ഇന്ന് ഓശാന തിരുനാൾ. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ലാസറിനെ കല്ലറയിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിച്ച അത്ഭുതം കണ്ടവർ യേശുവിനെ എതിരേൽക്കുവാനായി വന്നു എന്ന് യോഹന്നാൻ 12:17-18 വാക്യങ്ങൾ സാക്ഷിക്കുന്നു. ജനക്കൂട്ടമെല്ലാം അതീവ ഉത്സാഹത്തോടെ ഓശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് ഉച്ചത്തിൽ ആഘോഷത്തോടെ വലിയ ആരവത്തോടുകൂടെ അവനെ എതിരേറ്റത് പരീശന്മാർക്ക് വലിയ ആഘാതമായിരുന്നു. നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ പോയി എന്ന് അവർ പരസ്പരം പറഞ്ഞു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു എന്ന സഖരിയ പ്രവചനം പോലെ വിനയാന്വിതനായി, സൗമ്യനായി, സാധാരണക്കാരനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് കഴുതപ്പുറത്ത് യേശുതമ്പുരാൻ യാത്ര ചെയ്തു. കർത്താവ് തനിക്ക് വാഹനമേറുവാനായി തെരഞ്ഞെടുത്തത് കെട്ടിയിട്ടിരുന്ന കഴുതയെയാണ്. ഈ കെട്ട് പാപബന്ധനമാണ്. ഈ കെട്ട് അഴിയപ്പെടണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അവന് വാഹനമാക്കി മാറ്റണമെങ്കിൽ നമ്മളിലുള്ളതായ പാപബന്ധനത്തിന്റെ സകല കെട്ടുകളും പൊട്ടിക്കപ്പെടണം. കർത്താവിന് വാഹനമേറുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് നാം തയ്യാറാണ്. നമ്മിലുള്ളതായ പാപങ്ങൾ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് ഇടയാകട്ടെ. നമ്മളൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടവരായി നിത്യജീവൻ അവകാശികളായി മാറുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.